ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് പട്ടികയിൽ ഉൾപ്പെടുത്തി ജയിൽ വകുപ്പ് പോലീസിന് നൽകിയ കത്ത് പുറത്തായതിൽ പോലീസും ജയിൽ വകുപ്പും അന്വേഷണം ആരംഭിച്ചു. ജയിൽ വകുപ്പ് മേധാവി സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോടും ഡിജിപി സിറ്റി പോലീസ് കമ്മീഷണറോടും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിരുന്നു. കണ്ണൂർ DCRBയിൽ വിശദ പരിശോധന നടന്നുവെങ്കിലും ചോർച്ചയിൽ വ്യക്തത കൈവന്നിട്ടില്ല. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ തയ്യാറാക്കിയ പട്ടിക ചോർന്നത് എവിടെ എന്ന് കണ്ടെത്താനാണ് സർക്കാർ ശ്രമം. ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് നിഗമനം. ബോധപൂർവം വിവാദം ഉണ്ടാക്കാൻ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയോ എന്നും പരിശോധിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് പട്ടിക ചോർന്നത് എന്നാണ് കണ്ടെത്തുക. ജയിൽ വകുപ്പ് പറയുന്നത് പോലീസിൽ നിന്ന് പട്ടിക ചോർന്നു എന്നാണ്. എന്നാൽ പോലീസ് ഇത് നിഷേധിക്കുന്നുണ്ട്. കണ്ണൂർ DCRBയിൽ നിന്ന് റിപ്പോർട്ട് ചോർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുവെങ്കിലും ചോർച്ച നടന്നത് സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടില്ല. ഇവിടെ നിന്നല്ല ചോർച്ച ഉണ്ടായത് എന്ന നിഗമനവും പോലീസിനുണ്ട്. കണ്ണൂരിൽ നിന്നല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് പട്ടിക പുറത്തുപോകാൻ സാധ്യതയുണ്ട്. അതും പരിശോധിക്കുന്നുണ്ട്. ജയിലിൽ നിന്ന് പട്ടിക ചോരാനുള്ള സാധ്യതയും തള്ളാനാവില്ല. ഹൈക്കോടതി ശിക്ഷ ഇളവ് നൽകരുതെന്ന് നിർദ്ദേശിച്ച പ്രതികളെയടക്കം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവും ലഭിക്കുമായിരുന്നില്ല. പട്ടിക തയ്യാറാക്കിയതിൽ ഗുരുതര പിഴവാണ് കണ്ടെത്തിയത്. തുടർന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ചോർന്നതിൽ DGP കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടും ജയിൽ മേധാവി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോടും നേരത്തെ റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.